തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തണലും അലങ്കാരവും ഒക്കെയായി ധാരാളം വൃക്ഷങ്ങളുണ്ട്. അത്തി, വിത്തി, അരയാലും പേരാലും അങ്ങനെ കുറേയേറെ മരങ്ങൾ. പലതിനും 100 മുതൽ 200 വർഷമൊക്കെ പഴക്കവുമുണ്ട്. അവയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുവരാം. സുഖചികിത്സ. പ്രായത്തെ അതിജീവിക്കാൻ, അവശതകളെ ചെറുക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ പ്രകൃതി മാർഗം. ഇതുവരെ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെയാണ് സുഖചികിത്സകൾ നടന്നിട്ടുള്ളതായി നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു മരം സുഖചികിത്സയിലാണ്. ഏറിയ പ്രായം തനിക്ക് സമ്മാനിച്ച വൃദ്ധിക്ഷയങ്ങൾ ഒന്ന് കുറയ്ക്കണം. പ്രായത്തെ അതിജീവിച്ച് ചെറുപ്പം നിലനിർത്തണം. ഇത് പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുൻപിലുള്ള കടമ്പുമരമാണ്. തലമുറകൾക്ക് തണലായിരുന്ന, ശിഖരമേറെ വിരിച്ച് പക്ഷികൾക്കും പ്രാണികൾക്കും കൂടായിരുന്ന കടമ്പ് ഇന്ന് പ്രായാധിക്യത്തിലാണ് കക്ഷി. കടമ്പിനെ ഒന്ന് കടഞ്ഞെടുത്ത് ചെറുപ്പക്കാരനാക്കാനുള്ള ശ്രമത്തിലാണ് പബ്ലിക് ലൈബ്രറിയും ട്രീവോക്ക് എന്ന സംഘടനയും. ഈ മരം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 14 ഇനത്തിൽപ്പെട്ട മരുന്നുകൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതം അതിൽ തേച്ചു പിടിപ്പിക്കുന്നു. 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരിലേപനം ചികിത്സയുണ്ട്. അതായത് വിവിധ ധാന്യങ്ങളുടെ പൊടികൾ പാലിനകത്ത് സമം ചേർത്ത് കുഴച്ചെടുക്കുന്ന ധാന്യ കൂട്ടുകൂടി അതിൽ ചേർത്ത് കോട്ടൺ തുണി കൊണ്ട് കെട്ടി നിർത്തി ചണനൂലാൽ ബന്ധിപ്പിച്ച് നിർത്തും. ഇങ്ങനെ 6 മാസം നിന്ന് കഴിയുമ്പോൾ ഈ മരുന്നും ഈ തുണിയുമെല്ലാം മരത്തോട് ചേരുകയും അങ്ങനെ അത് കൂടുതൽ കരുത്താർജിച്ച് ഈ മരം മുന്നോട്ട് വരികയും ചെയ്യും. ലൈബ്രറി പരിസരത്ത് മരങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഈ കടമ്പും ഈ ആൽമരവും ഒക്കെയാണ് ലൈബ്രറിയുടെ ജീവൻ. തലമുറകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന, വായനക്കാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന, ഒരുപാട് പ്രണയങ്ങൾ മുട്ടിട്ട, ചരിത്രമുറങ്ങുന്ന ഈ കടമ്പിൻ ചുവട് ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. 100 വർഷത്തിന് മേൽ പഴക്കമുള്ള ഈ കടമ്പുമരം ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ചില്ലകളൊക്കെ വിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.